കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 9 നാൾ മാത്രമാണ് ശേഷിക്കുന്നത്. പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ദേശീയ നേതാക്കളെ എത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. UDF പ്രചാരണത്തിന് ആവേശം പകരാൻ രാഹുൽ ഗാന്ധി ഇന്ന് മലബാർ ജില്ലകളിൽ പ്രചാരണത്തിന് എത്തും. കോഴിക്കോട് ജില്ലയിലെ 4 മണ്ഡലങ്ങളിലും കണ്ണൂരിലെ ഒരു പരിപാടിയിലും രാഹുൽ ഗാന്ധി ഇന്ന് പങ്കെടുക്കും. കണ്ണൂരിലാണ് ആദ്യ പരിപാടി. ഇടതുമുന്നണിയുടെ പ്രചാരണത്തിനായി RJD നേതാവ് തേജസ്വി യാദവും ഇന്ന് സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ റാലികളിൽ തേജസ്വി പങ്കെടുക്കും. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനും ഇന്ന് കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. 2 ദിവസത്തെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്ന നിതിൻ NDAയുടെ വികസിത കേരളം മാർഗരേഖ ഇന്ന് പ്രകാശനം ചെയ്യും. സിനോജ് തോമസും റഹീസ് റഷീദും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സിനോജ് തോമസിലേക്കാണ്. സിനോജ്, ഇന്നും പ്രചാരണം പൊടിപൊടിക്കാൻ പോകുന്നു. ഇനി കൃത്യം പറഞ്ഞാൽ ഒരു പരസ്യ പ്രചാരണം എന്നുള്ള നിലയിൽ 6 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള ദിവസങ്ങൾ അത് പരമാവധി പ്രചാരണം കൊഴുപ്പിക്കുന്നു. ദേശീയ നേതാക്കളെ അടക്കം കളത്തിലിറക്കി. ഇന്നത്തെ പ്രചാരണത്തിന്റെ ശ്രദ്ധാകേന്ദ്രവും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും. മലബാർ മേഖലകളിലെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെ, സിനോജ് തോമസ്? തീർച്ചയായിട്ടും രജിത്, ആര്യ, ഗുഡ് മോർണിംഗ്. അതായത് ഇനി വിരലിലെണ്ണാൻ പോലും ദിവസങ്ങളില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും മുന്നണി വ്യത്യാസമില്ലാതെ റോഡ് ഷോ ഒക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വാഹന പ്രചാരണ ജാഥകളൊക്കെ തന്നെയാണ് നടത്തുന്നത്. ഓരോ ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് പരമാവധി മണ്ഡലത്തിലൂടെ വാഹനത്തിലൂടെ കറങ്ങി പ്രചാരണം നടത്താനാണ് സ്ഥാനാർത്ഥികൾ സമയം കണ്ടെത്തുന്നത്. ഇന്നിതാ മലബാറിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു. ഇതിനു മുൻപ് കോഴിക്കോട് കടപ്പുറത്ത് നടന്ന UDF മഹാറാലിയിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിരുന്നില്ല. അന്ന് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് രാഹുൽ ഗാന്ധി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് കടപ്പുറത്തേക്ക് വന്നത്. പക്ഷേ സോണിയാഗാന്ധി ആശുപത്രിയിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. ഓൺലൈനിലാണ് അദ്ദേഹം എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ ഇന്നിതാ അദ്ദേഹം കോഴിക്കോട്ടേക്കും കണ്ണൂരേക്കും വരുന്നു. കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പരിപാടികളുള്ളത്. കണ്ണൂരിൽ രാവിലെ 10:30 ഒരു പൊതുയോഗമുണ്ട്. അതിനുശേഷം നേരെ ഹെലികോപ്റ്ററിൽ നാദാപുരത്തെ കല്ലാച്ചിലേക്ക് അദ്ദേഹം വരുന്നു. KM അഭിജിത്ത്, കോൺഗ്രസ് യുവ നേതാവ് KM അഭിജിത്തിന് വേണ്ടി അവിടെ പ്രചാരണത്തിന് അദ്ദേഹം ഇറങ്ങുന്നു. അതിനുശേഷം നേരെ വരുന്നത് പേരാമ്പ്രയിലേക്കാണ്. പേരാമ്പ്രയിൽ യൂത്ത് ലീഗിന്റെ നേതാവ് കൂടിയ ഫാത്തിമ തഹ്ലിയ, LDF കൺവീനർ TP രാമകൃഷ്ണനെതിരെ മത്സരിക്കുന്നതാണ് ഫാത്തിമ തഹ്ലിയ. അവിടെയും ആ പേരാമ്പ്ര മണ്ഡലം പിടിച്ചെടുക്കുകയെന്നാണ് UDF ലക്ഷ്യം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് പേരാമ്പ്ര മണ്ഡലത്തിൽ LDF കൺവീനർ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി പ്രചാരണത്തിനെത്തുന്നു. അവിടെ നിന്ന് ബാലുശ്ശേരിയിലേക്ക് KSU ജില്ലാ പ്രസിഡന്റാണ് മത്സരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥി സച്ചിൻ ദേവാണ്. അവിടെയും വാശിയേറെ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലും രാഹുൽ ഗാന്ധി എത്തി ആ ബാലുശ്ശേരി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രാഹുൽ ഗാന്ധി ബാലുശ്ശേരിയിലേക്ക് വന്നു. അവിടെ നിന്ന് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി ബസ്സുണ്ട്. ആ ബസ്സിൽ മഹാറാലിക്ക് എത്തുന്ന രാഹുൽ ഗാന്ധി യാത്ര നടത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷെ അന്ന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം ബാലുശ്ശേരിയിൽ നിന്ന് എലത്തൂർ മണ്ഡലത്തിന്റെ നന്മണ്ട വരെ അദ്ദേഹം യാത്ര നടത്തുന്നു. വിദ്യാ ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയൊപ്പമുണ്ടോ. അതിനുശേഷം DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ മത്സരിക്കുന്നത് കൊയിലാണ്ടിയിലാണ്. അവിടേക്കാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പോകുന്നത്. അവിടെ വലിയൊരു റോഡ് ഷോയും രാഹുൽ ഗാന്ധി സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇടത് ക്യാമ്പിലേക്ക് തേജസ്വി യാദവ് എത്തുകയാണ്. ബീഹാറിലെ പ്രതിപക്ഷ നേതാവും RJD ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ഇന്ന് പൊന്നാലിയിൽ MK സക്കീറിന്റെ പ്രചാരണത്തിന് വേണ്ടി എത്തുന്നു. നാളെ ആയിക്കോട്ടെ കോഴിക്കോട് ജില്ലയിലെ കൂത്തുപറമ്പിലേക്കും പേരാമ്പ്രയിലേക്കും കണ്ണൂരിലെ കോഴിക്കോട് വടകരയിലൊക്കെ തന്നെ എത്തുന്നു അദ്ദേഹം. അതിനുശേഷം മറ്റന്നാൾ കൽപ്പറ്റിലേക്കും ബേപ്പൂരിലേക്കും തിരുമ്പാടിയിലൊക്കെ തന്നെ അദ്ദേഹം പ്രചാരണത്തിന് വേണ്ടി എത്തുന്നു. അങ്ങനെ ദേശീയ നേതാക്കളൊക്കെ തന്നെ കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ MPമാരൊക്കെ തന്നെ കേരളത്തിലേക്ക് ഓരോ സ്ഥാനാർത്ഥിയിലും പ്രചാരണത്തിന് വേണ്ടി എത്തുന്നു. കാരണം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇത്തവണ പ്രചാരണത്തിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഈ പ്രചാരണം കൊഴുപ്പിച്ച ആളുകളിലേക്ക് അവരുടെ ഐഡിയകളും ഒപ്പം തന്നെ ഈ ഗ്യാരണ്ടികളും ഇനി അടുത്ത ദിവസം ഇതാ സർക്കാർ ഈ ഭരണപക്ഷത്തിന്റെ തന്നെ പ്രകടന പത്രിക വരാൻ വേണ്ടി പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളിലേക്ക് ഇനി അടുത്ത 5 വർഷം ഞങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി പരമാവധി വോട്ട് നേടാനുള്ള ശ്രമത്തിലാണ് മുന്നണികളുള്ളത്. ഓക്കെ, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമുക്ക് തെക്കൻ കേരളത്തിലേക്ക് എത്തിയാൽ റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുകയാണ്. റഹീസ്, ഗുഡ് മോർണിംഗ്. NDA ക്യാമ്പിൽ ആവേശം പകർന്ന് മോദി എത്തിയത് നമ്മൾ കണ്ടതാണ്. തൃശ്ശൂരും പാലക്കാടും എത്തി. ഇനി അദ്ദേഹം 2ാം ഘട്ടത്തിന്റെ ഭാഗമായിട്ട് കോട്ടയത്തേക്കും എത്തുന്നുണ്ട്. ഇതിനിടയിൽ BJPയുടെ ദേശീയ അധ്യക്ഷൻ കൂടി എത്തുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ പരിപാടികളുണ്ട്. എങ്ങനെയാണ് ക്രമീകരണം? ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, ആര്യ. BJP ഇത്തവണ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രചാരണ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദി എത്തി, അമിത്ഷാ എത്തും, വിവിധ സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാരെടുത്തും. അതിനിടയിലാണ് അവരുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിലേക്ക് വരുന്നത്. 2 ദിവസത്തെ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരത്ത് ഒരു വികസന രേഖയുടെ പ്രകാശനമുണ്ടാകും. ആ പ്രകാശനത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന കേരളത്തിന്റെ വികസനം സംബന്ധിച്ച കാര്യങ്ങൾ, ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം എന്ന പേരിലാണ് ആ വികസന രേഖ പുറത്തിറക്കുക. അതിനുശേഷം അദ്ദേഹത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ P സുധീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നേരെ മലപ്പുറത്തെ താനൂരിലേക്കാണ് നിതിൻ നബീൻ പോവുക.
താനൂരിലെ പ്രചരണ പരിപാടി കൊണ്ട് ഇന്നത്തെ പരിപാടികൾ അവസാനിക്കും. നാളെ അദ്ദേഹം കണ്ണൂർ ജില്ലയിലാണ് ഉണ്ടാവുക. കണ്ണൂരിൽ രാവിലെ മട്ടന്നൂരിലൊരു റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം കൂത്തുപറമ്പിൽ കൂടി പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമായിരിക്കും തിരിച്ച് ദില്ലിയിലേക്ക് പോവുക. ഓക്കെ, റഹീസ് റഷീദ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും താരപ്രചാരകരും അതോടൊപ്പം ദേശീയ നേതാക്കളും എല്ലാം മൂന്ന് മുന്നണികൾക്കുമായിട്ട് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ പ്രചാരണം ഇങ്ങനെ കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.